നമസ്കാരം, സോൾഫുൾ ലാൻഡ്സ്കേപ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ജോമൽ. നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത് ഫോട്ടോ എഡിറ്റ് ചെയ്യുക എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സിനെ തന്നെ സ്വന്തം പേരിലേക്ക് തീരെഴുതി കിട്ടിയ ഒരു സോഫ്റ്റ്വെയറിനെ പറ്റിയാണ്. അഡോബിയുടെ ഫോട്ടോഷോപ്പ്. ഫോട്ടോഷോപ്പ് ഇതുവരെ ഉപയോഗിച്ചിട്ടില്ലാത്ത ഒരാൾക്കോ അല്ലെങ്കിൽ പഠിക്കാൻ ഇതുവരെ ആഗ്രഹം ഉണ്ടായിട്ട് നടക്കാതിരുന്ന ഒരാൾക്കോ മനസ്സിലാകുന്ന തരത്തിലായിരിക്കും നമ്മളിത് എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. സോ എന്തെങ്കിലും ഇതിൽ മനസ്സിലാകാത്തതോ കട്ടിയായിട്ടോ തോന്നുന്നുണ്ടെങ്കിൽ കമൻറ്റിൽ രേഖപ്പെടുത്തുക. അടുത്ത പ്രാവശ്യം അത് മെച്ചപ്പെടുത്താൻ ശ്രമിക്കുന്നതായിരിക്കും. സോ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യമേ ഒരു പടം ഫോട്ടോഷോപ്പിലേക്ക് ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫയൽ, ഓപ്പൺ, നമ്മൾ വേണ്ട ഫയലിൽ സെലക്ട് ചെയ്യുന്നു. ഇപ്പോൾ ഈ പടമാണെന്നുണ്ടെങ്കിൽ ഈ പടം സെലക്ട് ചെയ്യുന്നു. ഓപ്പൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ആ പടം നമ്മുടെ വർക്ക് സ്പേസിലേക്ക് ഓപ്പണായി വരും. ഈ വർക്ക് സ്പേസ് ഒന്ന് റീസെറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഓരോ ടൂൾസും എവിടെയാണെന്ന് ഞാൻ എടുക്കുന്ന അതേ സ്ഥലത്ത് തന്നെയായിരിക്കും നിങ്ങളുടെ ടൂൾസ് വരുന്നത്. സോ വർക്ക് സ്പേസ് റീസെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വിൻഡോ, വർക്ക് സ്പേസ്, എസെൻഷ്യൽ എന്നുള്ളതായിരുന്നു ഡിഫോൾട്ട്. ഞാനിവിടെ വേറൊന്ന് ക്രിയേറ്റ് ചെയ്തിരുന്നു, എസെൻഷ്യൽ. ഇപ്പോൾ ഇത് ബാക്ക് ടു നോർമലായി. ഇതിൽ ചിലപ്പോൾ എസെൻഷ്യൽസിൽ നമ്മൾ മാറ്റം വരുത്തിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ റീസെറ്റ് എസെൻഷ്യൽ എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്, റീസെറ്റ് എസെൻഷ്യൽസ്. അപ്പോൾ എല്ലാം എങ്ങനെയായിരുന്നോ ഡിഫോൾട്ടായിട്ടുണ്ടായിരുന്നു അതുപോലെ ആയിട്ടുണ്ട്. നമുക്കിതിൽ ലേയേഴ്സ് പാനൽ വളരെ അത്യാവശ്യമാണ്. ലേയേഴ്സ് പാനൽ ഞാൻ ഓപ്പൺ ആക്കി വെക്കുന്നു. ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പോൾ അതിന് ഇച്ചിരി വലിപ്പം കൂട്ടി ഇതിങ്ങനെ ഡ്രാഗ് ചെയ്താൽ അതിൻ്റെ സൈസും കുറയ്ക്കാൻ പറ്റും. ഈ ലേയേഴ്സ് പാനലാണ് സത്യത്തിൽ ലേയേഴ്സ് എന്ന് പറയുന്ന ആ ഒരു സാധ്യതയാണ് ഫോട്ടോഷോപ്പിനെ മറ്റ് ഫോട്ടോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയറുകളിൽ നിന്ന് മാറ്റി നിർത്തുന്നത്. ലൈക്ക് ഇപ്പോൾ നമ്മൾ പെയിൻ്റൊക്കെ ഉപയോഗിച്ചിരുന്ന കാലത്ത് നമ്മൾ പെയിൻറ്റിൽ ഒരു മാറ്റം വരുത്തി ആ ഒരു സെലക്ഷൻ അങ്ങ് മാറിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പെയിൻറ്റിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, അത് അവിടെ ഫിക്സ്ഡ് ആയിപ്പോയി. അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഫോട്ടോഷോപ്പ് ആണെങ്കിൽ പോലും നമ്മൾ ഒരു ലെയറിൽ ഈ ലെയറിൻ്റെ മുകളിൽ തന്നെ നമ്മൾ ഇത് വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ പെയിൻറ്റുമായിട്ട് മറ്റു വ്യത്യാസമൊന്നും വരുന്നില്ല. ജസ്റ്റ് നമുക്ക് ഒരു ബ്രഷ് എടുത്തിട്ട് ഈ പടത്തിൻ്റെ മുകളിൽ അതേ ലെയറിൽ തന്നെ വരയ്ക്കുകയാണെന്ന് വെച്ചാൽ വരച്ച് കഴിഞ്ഞാൽ അത് വരച്ചതാണ്. ഇനി നമുക്കതിനെ ഒന്നും ചെയ്യാൻ പറ്റില്ല, അതിന് മാറ്റം മൂവ് ചെയ്യാൻ പറ്റില്ല, അതിന് കളർ മാറ്റാൻ പറ്റില്ല, ഒന്നും പറ്റില്ല. ജസ്റ്റ് നമ്മളൊരു പേപ്പറെ പ്രിൻ്റ് എടുത്ത് അതിൻ്റെ മുകളിൽ സ്കെച്ച് വെച്ച് വരച്ച പോലെ. സോ ഇപ്പോൾ ഇത് പെയിൻറ്റ് പോലെ തന്നെയാണ്, പെയിൻറ്റ് സോഫ്റ്റ്വെയർ പോലെ തന്നെ. നമുക്കിതിന് കൂടുതൽ അഡ്വാൻറ്റേജുകളൊന്നും കിട്ടുന്നില്ല. അതേസമയം നമ്മളിവിടെ ഈ ലെയർ പാനലിൽ ഇവിടെ ഒരു ചതുരത്തിന് നടുക്ക് പ്ലസ് ബട്ടൺ ഉണ്ട്, അതാണ് ക്രിയേറ്റ് ന്യൂ ലെയർ എന്നുള്ളത്. അപ്പോൾ ഒരു ന്യൂ ലെയർ ക്രിയേറ്റ് ചെയ്ത് അവിടെയാണ് നമ്മൾ ഈ ബ്രഷ് വെച്ചൊരു വര വരയ്ക്കുന്നതെന്നുണ്ടെങ്കിൽ അതിനെ നമുക്കിപ്പോൾ വേണ്ടെന്നുണ്ടെങ്കിൽ അത് മാത്രം മായ്ച്ച് കളയാം. ഇനിയിപ്പോൾ അതല്ല, അതിനെ മൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ മൂവ് ടൂളുണ്ട്. കീബോർഡിലെ വി ആണ് അതിൻ്റെ ഷോർട്ട് കട്ട്. മൂവ് ടൂൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിതിനെ മാത്രം മൂവ് ചെയ്ത് ഇവിടെയൊക്കെ കൊണ്ട് എങ്ങോട്ട് വേണമെങ്കിലും മാറ്റാം. ഇനി അതല്ല അതിൻ്റെ സൈസ് കുറയ്ക്കണമെന്നാണെങ്കിൽ എഡിറ്റ്, ഫ്രീ ട്രാൻസ്ഫോം കൊടുക്കുകയാണെങ്കിൽ അതിന് നമുക്ക് സൈസ് കുറയ്ക്കാം, സൈസ് കൂട്ടാം. പല പല സാധ്യതകൾ നമുക്ക് ലെയർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉപയോഗിക്കുകയാണെങ്കിൽ കിട്ടും. ലെയറുകളുടെ ബേസിക്സ് ഇച്ചിരി കൂടി കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടി ഒരുപാട് ലെയറുള്ള വേറൊരു ഫയൽ നമുക്ക് ഓപ്പൺ ആക്കാം. ഫയൽ, ഓപ്പൺ. ഇത് നമ്മുടെ സോൾഫുൾ ലാൻഡ്സ്കേപ്സിൻ്റെ ലോഗോ ഡിസൈൻ ചെയ്ത ഫയലാണിത്. സോ അതിൻ്റെ അകത്ത് മൾട്ടിപ്പിൾ ലെയേഴ്സ് ഉണ്ട്. ഇതിപ്പോൾ ഒരു ഗ്രൂപ്പ് ആക്കി വെച്ചേക്കുക ലെയറുകൾ എല്ലാത്തിനെയും. ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞൊരു ലെയർ, പിന്നെ എലമെൻറ്റ്സ് എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പാണ്. ഗ്രൂപ്പ് എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ ലെയേഴ്സിനെ കൂട്ടി നമുക്കൊരു ഗ്രൂപ്പാക്കി വെക്കാൻ പറ്റുന്നതാണ്. സോ ഇതിലിപ്പോൾ ഓരോ എലമെൻറ്റ്സും നമ്മുടെ ഈ ലോഗോയിൽ ഓരോ എലമെൻറ്റ്സും ഓരോ ലെയറുകളായിട്ട് നമ്മളാക്കി വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഈ ട്രീ എന്ന് പറഞ്ഞാൽ ഈ നടുക്ക് കാണുന്ന ട്രീ ആണ്. അപ്പോൾ ഇതിനെ ഓരോന്നിൻ്റെ അറേഞ്ച്മെൻറ്റ്സ് ഡിപ്പെൻഡ് ചെയ്തിരിക്കും അതിൻ്റെ ഓരോന്നിൻ്റെയും വിസിബിലിറ്റി. ഇപ്പോൾ ഈ ട്രീ എന്ന് പറയുന്നത് ഈ ഹിൽസിൻ്റെ മുമ്പിൽ വന്ന് നിൽക്കുന്ന പോലെയാണ് നമുക്ക് വേണ്ടത്. അത് കാരണമാണ് നമ്മൾ ഈ ട്രീ എന്ന് പറയുന്നത് ഹിൽസ് എന്ന് പറയുന്ന ലെയറിൻ്റെ മുകളിൽ വെച്ചിരിക്കുന്നത്. ഇൻ കേസ് ഇപ്പോൾ ഈ ട്രീ എന്ന് പറയുന്നത് ഹിൽസ് എന്ന് പറയുന്ന ലെയറിൻ്റെ അടിയിലായിരുന്നു എന്നുണ്ടെങ്കിൽ അത് കാണാൻ പറ്റില്ല. മലയുടെ വളരെ സിമ്പിളായിട്ട് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ആ മലയുടെ പുറകിലായിരുന്നു ആ മരം വന്നിരിക്കുന്നത്. ഇപ്പം മലയുടെ പുറകിലുള്ള മരത്തെ നമുക്ക് മലയുടെ ഫ്രണ്ടിൽ നിന്ന് കാണാൻ പറ്റുന്നില്ല, അത്രേ ഉള്ളൂ. സോ നമുക്ക് ആ മരം വേണം എന്നുള്ള കാരണം നമ്മൾ മല എന്നുള്ള ലെയർ, ഹിൽസ് എന്ന് പറയുന്ന ലെയറിൻ്റെ മുമ്പിലേക്ക് ആ മരം എന്ന് പറയുന്ന ലെയർ, ട്രീ എന്ന് പറയുന്ന ലെയറിനെ എടുത്ത് വെച്ചിരിക്കുന്നു. ഇതാണ് ബേസിക്കായിട്ട് ലെയറിൻ്റെ ഒരു ലോജിക്ക്. ഏത് ലെയറാണോ മുകളിലുള്ളത് അത് കൂടുതൽ വിസിബിളായിരിക്കും, താഴെയുള്ള ലെയറിനേക്കാളും വിസിബിളായിരിക്കും. അത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഇപ്പോൾ ഈ ട്രീ എന്ന് പറയുന്ന ലെയറിൻ്റെ മുമ്പിൽ ഞാൻ വേറൊരു ലെയർ ക്രിയേറ്റ് ചെയ്യുന്നു. അതിന് നമ്മൾ ഒരു പേരിടുന്നു, ജസ്റ്റ് ബ്രഷ് എന്ന് പറഞ്ഞ്. എപ്പോഴും പുതിയ ലെയർ ക്രിയേറ്റ് ചെയ്യുമ്പോൾ തന്നെ നമ്മളതിന് പേരിട്ട് പോകുന്നതാണ് ഒരു നല്ല ശീലം. അല്ലെങ്കിൽ നമ്മൾ കുറേ ലെയറുകളുള്ള ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്ത് കഴിയുമ്പോൾ അത് ഏത് ലെയർ എന്തായിരുന്നു നമുക്ക് മനസ്സിലാകാതെ നമ്മൾ ഒരുപാട് സമയം അതിന് വേണ്ടി സ്പെൻഡ് ചെയ്യേണ്ടി വരും. അപ്പം ജസ്റ്റ് ഞാനിപ്പോൾ വെച്ചൊരു ബ്രഷ് ഒരു പ്രസ് കൊടുക്കുന്നു. അപ്പോൾ ഈ ബ്രഷ് എന്ന് പറയുന്ന ലെയർ ട്രീ എന്ന് പറയുന്ന ലെയറിൻ്റെ മുകളിലാണ്. അത് കാരണം ആ ബ്രഷ് വെച്ച് ഞാൻ വരച്ച വരയും ആ മരത്തിൻ്റെ മുമ്പിലാണ് വന്നിരിക്കുന്നത്. എനിക്കിപ്പോൾ അതിനെ അതിൻ്റെ പുറകിലേക്ക് വിടണം എന്നായിരുന്നു എന്നുണ്ടെങ്കിൽ
ഞാനിപ്പോൾ ഈ ബ്രഷ് എന്ന് പറയുന്ന ലെയറിനെ എടുത്ത് ട്രീ എന്ന് പറയുന്ന ലെയറിൻ്റെ അടിയിലേക്ക് വെച്ചു. ഇപ്പോൾ ട്രീ മുമ്പിൽ വന്നു, ബ്രഷ് പുറകിലേക്ക് പോയി. ഇതാണ് ലെയറുകളുടെ ഒരു അറേഞ്ച്മെൻറ്റ്. ഇപ്പോൾ നമുക്കിതിൻ്റെ ആവശ്യമില്ലാത്ത കാരണം ഞാനിതിനെ ഡിലീറ്റ് ചെയ്ത് കളയുന്നു. അപ്പോൾ ഏത് ലെയർ മുകളിൽ വരുന്നോ അതായിരിക്കും പടത്തിൽ മുമ്പിൽ വരുന്നത്. സോ നമുക്കിപ്പോൾ ഈ ലോഗോ ഈ ഒരു പടത്തിൻ്റെ മുകളിൽ വെക്കണമെന്നുണ്ടെങ്കിൽ ഈ ലെയറിനെ ഡ്രാഗ് ചെയ്ത് നമ്മൾ അപ്പുറത്തെ ടാബിലേക്ക് പോയി ഇവിടെ പ്ലേസ് ചെയ്യുവാണെങ്കിൽ അതവിടെ വരും. ഇതിനെ അത് മൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വി എന്നുള്ള കീബോർഡ് ഷോർട്ട്കട്ട് ഉപയോഗിച്ച് മൂവ് ടൂൾ സെലക്ട് ചെയ്താൽ നമ്മൾ എവിടെ വെക്കുന്നോ അതവിടെ വരും. ഇനിയിപ്പോൾ ഇങ്ങനെ ഡ്രാഗ് ചെയ്യുന്നതിന് പകരം നമുക്ക് വേണമെങ്കിൽ ഇതിനെ റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഡ്യൂപ്ലിക്കേറ്റ് എന്നുള്ള ഓപ്ഷൻ കൊടുക്കുകയാണെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റ് ഗ്രൂപ്പ് ഇതെവിടെ ഏത് ഫയലിലാണ് ഈ ടാബിൽ ഇവിടെ സെലക്ട് ആയിട്ടുള്ള ഏത് ഫയലിലാണ് ഡ്യൂപ്ലിക്കേറ്റ് ആയി വരേണ്ടത് എന്നുള്ള ഓപ്ഷൻ ഇവിടെ സെലക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ഈ പടത്തിൽ അത് വരേണ്ടതെന്നുള്ള കാരണം DSC 1638 ഓക്കെ അത് സെലക്ട് ചെയ്യുന്നു, ഓക്കെ കൊടുക്കുന്നു. അവിടെ ഇപ്പോൾ എലമെൻറ്റ്സ് എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ആദ്യം നമ്മൾ മാറ്റി ചെയ്ത് വെച്ചത് അത് വേണ്ട. അപ്പോൾ ഇനി ഇത് മൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കീബോർഡിലെ വി എന്നുള്ള ഷോർട്ട് കട്ട് ഉപയോഗിക്കുന്നു, മൂവ് ടൂൾ സെലക്ട് ചെയ്യുന്നു. ഈ ലെയർ എപ്പോഴും സെലക്റ്റഡ് ആയിരിക്കണം എന്നെങ്കിൽ അത് മൂവ് ചെയ്യുള്ളൂ. ഇനിയിപ്പോൾ ഇത് വേണ്ടെന്നാണെങ്കിൽ ഈ ഐബോൾ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ അതില്ലാണ്ടാവും. അതല്ലെങ്കിൽ കണ്ണവിടെ ഉള്ള സമയത്ത് അത് വിസിബിൾ ആയിരിക്കും. ഐബോൾ ഒന്നുകൂടി ക്ലിക്ക് ചെയ്യുമ്പോൾ അത് ഇൻവിസിബിളായി മാറും. ഇതിൻ്റെ ഒപ്പാസിറ്റി കൺട്രോൾ ചെയ്യണമെങ്കിൽ ഇവിടെ ഓപ്ഷനുണ്ട്, നമുക്കതിൻ്റെ കൺട്രോൾ ചെയ്യാം. അങ്ങനെ ബാക്കി ഒരുപാട് പരിപാടികൾ നമ്മൾ ലെയർ പാനലിൽ ലെയറുകളിൽ ചെയ്യാൻ പറ്റും. അതെല്ലാം നമുക്ക് വരുന്ന വീഡിയോകളിൽ കാണാം. എല്ലാം കൂടി ഒരുമിച്ച് ഒരു ദിവസം പറഞ്ഞ് കൺഫ്യൂഷൻ ആക്കുന്നില്ല. ഈ വീഡിയോ എല്ലാവർക്കും മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമൻറ്റിൽ രേഖപ്പെടുത്തുക. നമുക്ക് അതിനനുസരിച്ച് വരുന്ന വീഡിയോകൾ മെച്ചപ്പെടുത്താൻ സാധിക്കും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.